ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒരു വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ട്രാക്സസിൻ്റെ ഫോർഡ് റാപ്റ്റർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് വരുന്നത് ഫോക്സ് എഡിഷനാണ്. ഇതിനകത്ത് ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്കിത് ബോക്സിൽ നിന്ന് വെളിയിറക്കി ഓരോരോ കാര്യങ്ങൾ ഇതിൻ്റെ ഇന്ന് കണ്ട് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഇത് ഒട്ടനവധി ഫീച്ചറുള്ള ഒരു വണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് കാണാം. ഇപ്പോഴത്തെ ട്രാക്സസ് എല്ലാം ട്രിപ്ലസ് ബോഡിയാണ് വരുന്ന. ഹൈ ടോർക്ക് ഡിജിറ്റൽ സ്റ്റിയറിംഗ് സർവോ ഇതിനുണ്ട്. 2.4 ഗിയേഴ്സിൻ്റെ റേഡിയോ സിസ്റ്റം ഉണ്ട്. ഇത് പ്ലാനറ്ററി ഡിഫറൻഷ്യൽ ഉള്ള വണ്ടിയാണ്. അതിൻ്റെ അകത്തെല്ലാം മെറ്റലാണ് ഗിയർ വരുന്നത്. ഇത് ടോർക്ക് കൺട്രോള്, സ്ലിപ്പർ ക്ലച്ച് ഉള്ള വണ്ടിയാണ്. ഓയിൽ ഫീൽഡ് ഷോക്ക് ഉണ്ട്. പിന്നെ എക്സ്ട്രീം ഹെവി ഡ്യൂട്ടിയാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. ഇതിൻ്റെ ആക്സിൽ കാരിയർ വരുന്നത്, സ്റ്റിയറിംഗ് ബ്ലോക്ക് ഒക്കെ വരുന്നത് എല്ലാം എക്സ്ട്രീം ഹെവി ഡ്യൂട്ടി സാധനമാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഈ വണ്ടിക്കകത്ത് ബാറ്ററിയും ചാർജറും ഒന്നും ഇൻക്ലൂഡഡ് അല്ല ഗൈസ്. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ്, ഈ ബാറ്ററി എനിക്ക് സെപ്പറേറ്റ് ആയി ഇതെല്ലാം പർച്ചേസ് ചെയ്ത്. ചാർജർ എൻ്റെ ഡിഫൻഡറിൻ്റെ ചാർജർ ഉള്ളതുകൊണ്ട് ഞാൻ ചാർജർ പർച്ചേസ് ചെയ്യാൻ പോയില്ല. അപ്പോൾ നമുക്ക് ഗൈസ് ഇത് പുറത്തെടുക്കാം, എന്നിട്ട് നേരിട്ട് കാണാം എങ്ങനെയുണ്ട് ഇതിൻ്റെ അകമെല്ലാം. ഗൈസ്, അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് ബോക്സ് നേരെ വെക്കാം. ഇത് ഒഫീഷ്യലി ലൈസൻസ്ഡ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഗൈസ്. കറക്റ്റ് ഫോർഡിൻ്റെ വണ്ടി തന്നെ. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഒരു വ്യത്യാസമില്ല. ഈ വണ്ടി ഇവിടെ ഒറിജിനൽ ഓടുന്നത് ഞാൻ 2-3 ഫോക്സ് എഡിഷൻ അല്ല. ഫോക്സ് എഡിഷൻ ചുരുക്കം ഞാൻ ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷേ ഈ റാപ്റ്റർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഗൈസ് മെയിൻ വണ്ടി. ഇതാണ് ഇതിൻ്റെ ട്രാക്സസിൽ നിന്ന് വന്ന ബുക്കും പേപ്പറും. ഈ വണ്ടീൻ്റെ ഫോർഡ് റാപ്റ്ററും ഇത് തന്നെ ഒഫീഷ്യലി ലൈസൻസ്ഡ് പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് ഗൈസ് ഇതിങ്ങനെ വരുന്നത്. അപ്പം അത്രയും അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. അപ്പോൾ ഇത് ബുക്കാണ് ഗൈസ്. ഞാൻ ഇതൊക്കെ മാറ്റി വെക്കാം. ഇതിനകത്തൊരു ആൻറ്റീന ഉണ്ട്. അത് ഇതിൻ്റെ അകത്തൂടെ ആ ആൻറ്റീനയെ കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇത് വെക്കത്തില്ല. വൃത്തികേട് ഇത് കണ്ടില്ലേ, നല്ല ഒരു രസമില്ലാത്ത പോലെ. പിന്നെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ കൺട്രോളറാണ് ഗൈസ്. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കൺട്രോളറൂടെ എടുത്ത് നിങ്ങളെ കൺട്രോളറൂടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ബോക്സ് തുറന്നെടുത്തപ്പം ഒരു വണ്ടി. ഇതാണ് ഇതിൻ്റെ കൺട്രോളറ്. ഇത് ഞാൻ എക്സ്ട്രാ പർച്ചേസ് ചെയ്ത ട്രാക്സസിൻ്റെ ബാറ്ററിയാണ്. ഇത് ഇതിൻ്റെ യൂസർ മാനുവലും എങ്ങനെയാണ് ഇത് ഓടിക്കേണ്ടത്, എടുക്കേണ്ടത്, പാർട്സ് എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ പുറകിൽ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്. പിന്നെ ഇതുപോലെ കുറച്ച് സ്പെയർ പാർട്സും 2 ടൂള്, വീൽ ഊരാനുള്ള ടൂള്, LNG ഒരെണ്ണമുണ്ട്. അങ്ങനെ 2-3 സാധനങ്ങൾ ഈ ബാഗിനകത്തുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ വണ്ടി. ഇവനെ നമുക്ക് പുറത്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫോർഡിൻ്റെ റാപ്റ്റർ ഫോക്സ് എഡിഷൻ എന്ന് പറയുന്ന വണ്ടിയാണ്. ഒഫീഷ്യലി ലൈസൻസ്ഡ് ആണ്. ഒറിജിനൽ വണ്ടിയും ഇതുപോലെ തന്നെ ആയിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ പ്ലേ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, അങ്ങ് ഇരുന്ന് തരും ഈ സാധനം. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. നിങ്ങൾക്ക് കാണാം ഫോക്സിൻ്റെ ലിവറി ഒക്കെ കൊടുത്തിട്ടുണ്ട്, ട്രാക്സസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബൈക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ബൈക്ക് വശം ഇരിക്കുന്നത്. നല്ല ബോഡി കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഈ മിറേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല സ്ട്രോങ് മിറേഴ്സാണ്. ഈ ഹുഡിന് ഒരു വെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ഒന്നും അല്ല, മോൾഡഡ് പീസാണ് ഇത്. കാണാം. അപ്പോൾ ഗൈസ്, ഈ വണ്ടീൻ്റെ വലിപ്പം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കായിരിക്കും ഇത് ഇത്രയും വരുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ തന്നെ. അത്യാവശ്യം നല്ല വലിയതാണ് ഈ വണ്ടി. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സെയിം ഡിഫൻഡറിനെ പോലെ 2 ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെയും 2 ക്ലിപ്പ് വരും. പിന്നെ കുറേ പേര് ഓർക്കുന്നുണ്ടായിരിക്കും എന്തിന് ഇങ്ങനത്തെ ബോഡിയൊക്കെ കൊടുക്കുന്നത്. ഇതെന്താണെന്ന് അറിയോ ഗൈസ്, ഈ വണ്ടി എത്ര സ്പീഡിൽ പോയിട്ട്, ഇത് മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. ഇത് 35 മൈൽസ് പെർ അവർ സ്പീഡിൽ ഈ വണ്ടി ഓടാൻ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം അത്ര സ്പീഡിലൊക്കെ ഇപ്പോൾ ഒരു ഹാർഡ് ബോഡിയൊക്കെയാണ് ഒറ്റ ഇടിക്ക് പറഞ്ഞു പോകും. ഇതൊക്കെയാണ് ഇങ്ങനെ ഫ്ലെക്സായി അങ്ങ് നിന്നോളും. അതുകൊണ്ടായിരിക്കും മെയിനായിട്ട് ഇങ്ങനത്തെ ബോഡി ഇങ്ങനത്തെ വണ്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബോഡി. ഞാൻ മാറ്റി വെക്കാം. ഇത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകഭാഗമൊക്കെയാണ്. ഇതിൻ്റെ മെയിൻ മോട്ടോർ ഹബ്ബ് വരുന്നത് നിങ്ങൾക്ക് കാണാം ഈ ബാക്കിലാണ്. അപ്പോൾ ഇത് റിയറിലാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഈ 2 വീലിനാണ് ഇതിന് പവർ കിട്ടുന്നത്. അപ്പോൾ ഈ വണ്ടി നമ്മൾ പെട്ടെന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഒരു പോക്കങ്ങ് പോകും ഇത് എണീറ്റ് നിന്ന്. അപ്പോൾ ഇത് ഫ്രണ്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹെവി ഡ്യൂട്ടി ഉണ്ട്. ഇതെല്ലാം സ്റ്റീലാണ് വരുന്നത്, ഇതെല്ലാം മെറ്റലാണ്. ഇതെല്ലാം സസ്പെൻഷനൊക്കെ നല്ല ഓയിൽ ഫീൽഡ് സസ്പെൻഷനാണ്. നല്ല താഴെ വരെ ടച്ച് ചെയ്താലും തിരിച്ച് കയറി വരും. നല്ല ഇത് നിങ്ങൾക്ക് മോട്ടർ ഇട്ടൂടെ നല്ലൊരു കാണിക്കാം. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ നോക്കട്ടെ. ഇതാണ് ട്രാക്സസിൻ്റെ മോട്ടർ ഇതിന് വരുന്നത്. പിന്നെ ഇത് ട്രാക്സസിൻ്റെ ഒരു സംഭവമാണ്. ഡിഫൻഡറിന് നമുക്കുണ്ടായിരുന്നു. ഇതോട്ട് മാറ്റി വെക്കാം. ഇതാണ് ആൻറ്റീന. ഞാൻ മുമ്പ് ഒരു വടി പോലത്തെ സാധനം കാണിച്ചില്ല, വണ്ടീൻ്റെ ടോപ്പിൽ നിന്ന് വരുന്നത്. ഇത് നശിക്കാൻ പാടില്ല. ഇതാണ് ഇവിടുന്ന് റിസീവറിന് അത് പോകുന്നത്.
മോട്ടർ ഇത് വേണ്ട ESCയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് ബാറ്ററി ട്രേ. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് പിടിക്കുക, പൊക്കുക, എടുക്കുക. ഇതാണ് ഇത്രേ ഉള്ളൂ. ഇതിന് വേണ്ടി ഞാൻ ബാറ്ററി പർച്ചേസ് ചെയ്ത് അത് സെപ്പറേറ്റ് ആയിരുന്നു ഗൈസ്. ഈ സാധനമാണ് ബാറ്ററി. പക്ഷേ ഇത് ഞാൻ മേടിക്കുന്ന ഷോപ്പിൽ ഓഫർ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ വണ്ടിയും ബാറ്ററിയും വിത്ത് ചാർജർ എല്ലാം കൂടെ എനിക്ക് ഈ വണ്ടി കിട്ടി. ഞാൻ ബാറ്ററി കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, ഊരുക, എടുക്കുക, സ്പോഞ്ച് മാറ്റുക. ചാർജ് ചെയ്തിട്ട് ഓടിക്കുന്ന ബുദ്ധി, എന്നാലും ഒരു ട്രയലൊക്കെ അടിക്കുകയായിരിക്കും. ഇതാണ് ഗൈസ് ബാറ്ററി. ഈ സാധനം ഡയറക്റ്റ്ലി ഇങ്ങോട്ട് കണക്റ്റ് ആകും. എന്നിട്ട് ഈ ട്രെയിലോട്ട് നമ്മളിത് വെക്കുന്നു. എങ്ങനെ അങ്ങോട്ട് വേണേലും തിരിച്ചു വെക്കാം. പക്ഷെ വയറിന് അപ്പം അത്ര നീളം കൂടുണ്ടല്ലോ എന്ന് ഓർത്ത് ഇതിങ്ങനെ വെക്കുന്നു, പിന്നെ ഇടുന്നു. ഇത്രേ ഉള്ളൂ ഗൈസ് ഇത് ബാറ്ററി ഇടുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടുന്ന് ഇത് ഓൺ ഓഫ് സ്വിച്ച് നിങ്ങൾക്ക് കാണാം. ഈ സാധനമാണ്. പിന്നെ ഇതിൻ്റെ റിമോട്ടാണ് ഗൈസ് ഇത്. ഇതിനകത്ത് മുമ്പോട്ടും പുറകോട്ടും പോകാനുള്ള സ്റ്റിയറിങ്ങിൻ്റെ ട്രിം അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാൻ ഓൺ ഓഫ് സ്വിച്ച്. ഇത് പിന്നെ സെറ്റിൻ്റെ സ്വിച്ച്. അത്രേ ഉള്ളൂ. അധികമൊന്ന് ഇത് ഈ റിമോട്ട് ഓൺ ചെയ്യുന്ന സ്വിച്ച്. പിന്നെ ഇവിടെ നമ്മുടെ 4 ബാറ്ററി. ഞാൻ ഇത് ബാറ്ററി ഇട്ട് കാണിക്കാം. അത് ഞാൻ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ബോക്സിൻ്റെ കൂട്ടത്തിലല്ല വരുന്നത്. ഇത് എനിക്ക് ഇന്ന് ഓഫറിൽ കിട്ടിയതുകൊണ്ട് ബാറ്ററി എല്ലാം കൂടെ കിട്ടും. ഈ ബാറ്ററിക്ക് തന്നെ അത്യാവശ്യം പ്രൈസ് ആവും ഗൈസ്. അപ്പോൾ ഫ്രീ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട് ഈ വണ്ടിയൊക്കെ ഞാൻ എവിടെ നിന്നാണ് മേടിക്കുന്നത്. ഇത് എക്സ്ട്രീം RCs ആൻഡ് ഹോബി എന്ന് പറയുന്ന ഗ്രാൻഡ് പ്രയറിയിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്റ്റോറുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ വണ്ടിയെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, ബാറ്ററി ഒക്കെ ഇട്ട് നിങ്ങൾ ഈ വണ്ടി ഒന്ന് റൺ ചെയ്ത് കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിത് ബാറ്ററി ഫിറ്റ് ചെയ്തു, എല്ലാം ഓണാക്കി. ഇനി നമുക്ക് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് വീട്ടിൽ ഓടിക്കുന്ന അത്ര സേഫ് അല്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ വീട്ടിലത് ട്രൈ ചെയ്യുന്നില്ല. ഇത് കണ്ടോ, ഞാൻ ത്രോട്ടിൽ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടാൽ മതി. ഫുൾ ടോട്ടൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പവറാണ് ഗൈസ് ഇതിന്. ഞാൻ ഈ ബാറ്ററി ഇപ്പോഴും ചാർജ് ചെയ്തിട്ടില്ല. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിടിലനായിരിക്കും. ഇത് ഞാൻ ഓടിച്ച കാണിക്കണം. പക്ഷേ ഇത് ഞാൻ എങ്ങനെ ഈ ചെറിയ റൂമിൽ ഇതിന് ഇച്ചിരി നല്ല സ്പേസ് തന്നെ വേണം. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും അടുത്ത തവണ വെളിയിൽ പോകുമ്പോൾ ഈ സാധനമായിരിക്കും കൊണ്ടുവന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് വെളിയിൽ പുറത്തൂടെ ഇത് ഓടിച്ച് കാണിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വണ്ടി ട്രാക്സസിൻ്റെ ഫോർഡ് റാപ്റ്റർ ഫോക്സ് എഡിഷൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2 വീൽ ഡ്രൈവ് ആണ്. ഹെവി ഡ്യൂട്ടി സസ്പെൻഷനും കാര്യങ്ങളും ഉണ്ട്. ബാറ്ററി റിമോട്ട് ഇടാനുള്ള ബാറ്ററി നിങ്ങൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ മുമ്പോട്ടുള്ള വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.